താൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? പിന്നെ ഞാനവിടെ പോവാനാ. ദേ കണ്ടോ, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഓ, നല്ല കാര്യം. എന്തായാലും താൻ കാണിച്ചത് വളരെ മോശമായിപ്പോയി. അതിനുശേഷം തന്നെ ഒന്ന് കാണാൻ ഞാൻ പരതി നടക്കുകയായിരുന്നു. അന്ന് ഞാൻ നിന്നോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. ദേ, അതിന് നീ എന്റെ കർണത്ത് കൈവെക്കുകയും ചെയ്തു. അതോടെ അതങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പൊ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ദേ, എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം താൻ ഒന്നും ചെയ്തില്ലേ? എടോ, എന്റെ കല്യാണത്തിന് ശേഷം എന്റെ മുറിയിലേക്ക് ഒരുത്തനെ പറഞ്ഞു വിട്ടത് താനല്ലേ? എടോ, എന്തൊക്കെയാ താനീ പറയുന്നത് എന്താണെന്ന് തനിക്കറിയാം. അന്നൊരുത്തൻ ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് വന്നപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് തന്റെ മുഖ. അങ്ങനൊരു വൃത്തിയായിട്ട് പ്രവൃത്തി താനല്ലാതെ വേറെ ആരും ചെയ്യില്ല. അതെ, ഞാൻ തന്നെയാ. ആ സ്വഭാവം പുറത്തെടുപ്പിക്കാൻ വെറുതെ നോക്കരുത്. മാർക്കറ്റിനുള്ളിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കാ ഞാൻ. ഇനി എന്നെ ഇട്ട് വെറുതെ ഓടിക്കരുത്. അങ്ങനെ ചെയ്താ തന്നെ കോടതി കയറ്റാൻ ഇന്ന് എനിക്ക് കെൽപ്പുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പിന്നിൽ ആളുമുണ്ട്. വയ്യാത്തവരത്തിനെ കണ്ടിട്ടായിരിക്കും ഇവളുടെ ഈ തള്ളു. എന്താ താൻ ആലോചിക്കുന്നേ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കടോ. എന്താ മോളെ? 1 കിലോ ഇഞ്ചി വേണമായിരുന്നു. അല്ല, സാറെന്താ ഇവിടെ? എടാ, അവൾ എന്നെ കണ്ടടാ, ആ മഹാലക്ഷ്മി. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതിന് സാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നോ? എടാ, അവളെ കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടായിന്ന് ഞാൻ പറഞ്ഞില്ലേ? എങ്ങോട്ട് തിരിഞ്ഞാലും അവളുണ്ട്. അല്ല, സാറിനെ കണ്ടിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എടാ, അവളുടെ ദാമ്പത്യം പൊളിയാനായിട്ട് ഞാൻ ഒരുത്തന് അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെയും കണ്ണന്റെയും കിടപ്പൂരിലേക്ക് പറഞ്ഞു വിട്ടില്ലേ? എടാ, അത് ഞാനാണെന്ന് അവള് ചോദിച്ചു. കൊള്ളാവല്ലോ സാറേ, അപ്പോ നല്ല തലച്ചോറാണല്ലോ. അതില് സംശയമൊന്നും വേണ്ട. തലച്ചോറും തന്റെടോ അവൾക്ക് കുറച്ച് കൂടുതലാ. പക്ഷെ ഇപ്പോൾ അവൾക്കറിയില്ല കണ്ണനും ഞാനും തമ്മിലുള്ള ബന്ധം. അതറിയാൻ കുറെ ചാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അറിയാതെ പോയത് സാറിന്റെ ഭാഗ്യ. എടാ, ആ ഭാഗ്യം ഇനി എന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് അവളെ താഴെ ഇറക്കണമെന്ന്. പരമാവധി ശ്രമിക്കുന്നുണ്ട് സാറേ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാർക്കറ്റിലേക്കായാലും ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കായാലും എന്നെയും കൂട്ടിയാ പോകുന്നത്. കണ്ണനൊപ്പം സഞ്ചരിക്കാൻ അവൾക്കിപ്പോ വലിയ താല്പര്യമൊന്നുമില്ല. എടാ സാഗറേ, ഞാൻ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചോ. ദേ, അവള് നിസ്സാര ഒരു പെണ്ണല്ല.
എടാ നിന്റെ മനസ്സ് പോലെ ആയിരിക്കില്ല അവിടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ മനസ്സിനെയൊക്കെ നമുക്ക് ഓടിച്ചിട്ട് പിടിച്ച് കെട്ടാൻ സാറേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.